വർഷത്തിൽ 4 മാസം മാത്രം തുറക്കുന്ന ഒരു നാഷണൽ പാർക്ക്, അതായത് ഉത്തരാഖണ്ഡിലെ ചമോലി ഡിസ്ട്രിക്റ്റിലുള്ള പൂക്കളുടെ താഴ്വാരം അല്ലെങ്കിൽ വാലി ഓഫ് ഫ്ലവേഴ്സിലേക്കാണ് നമ്മൾ നിന്ന് ട്രക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് എല്ലാവരും ഇവിടെ പോകുന്നതിലും ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ പോയാൽ കൂടുതൽ പൂക്കൾ നമുക്ക് കാണാൻ പറ്റും. സോ ലെറ്റ്സ് ഗോ. ഇവിടെ ഒത്തിരി പൂവുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ പേര് ഞാൻ പഠിച്ചു വരുമ്പോഴും നേരം വെളുക്കുന്നതിനാൽ നമ്മൾ നമ്മുടെ ഗൈഡിനെ കൊണ്ട് ഇനി റെക്കോർഡ് ചെയ്യാൻ തോന്നും. जोशीमठ में दूसरा पाइन होता है, पाइन कौन होता है एक, वो देखा होगा आपने, जिसको डेकोरेशन के लिए करते हैं. हाँ, ये डिफरेंट है, वायलेट. कलर ब्लाइंडनेस. ഇത് നമ്മുടെ ഫസ്റ്റ് റിവർ ക്രോസിംഗ് ആണ്, പുഷ്പാവതി റിവർ. ഇതാണ് വാലി ഓഫ് ഫ്ലവേഴ്സിന്റെ മൊത്തത്തിൽ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു റിവറാണിത്. ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് അതിമനോഹരമാണ്. यूटलिस इसका यूज़ क्या होता था, जब आप ओल्ड टाइम पे जो पुराने ज़माने में इसको लेटर पैड के यूज़ करते थे, इस पे चिट्ठियाँ लिखते थे और आपका महाभारत रामायण सब इसी पे लिखा था. हाँ, इसका लेयर निकलता है ऐसे, जैसे वो लेयर लिखा है. बहुत अच्छी चीज़ है, पूजा पाठ में काम आता है, शुद्ध चीज़ है ये. वो आपके साउथ में बहुत यूज़ करते हैं. चलो धीरे धीरे आ जाओ. ധീരെ തന്നെ നമ്മൾ പോകണം, കാരണം പെട്ടെന്ന് ഓടിപ്പടിച്ച് പോയാൽ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. പിന്നെ ഈ വഴി കണ്ടോ നിങ്ങൾ? വഴി എന്ന് പറയുമ്പം നല്ല ഒരു വഴിയുണ്ട്, പക്ഷേങ്കിൽ കുറച്ചിങ്ങനെ മഴ ഇങ്ങനെ കയറി ഇറങ്ങി പോകുന്നുണ്ട്. ആ ഒരു ഏണേക്കോണെ ത്രികോണമെന്നൊക്കെ ആയിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ പോകുന്ന വഴി മൊത്തം പൂക്കൾ കണ്ട് തന്നെയാണ് പോകുന്നത്. എന്നും പറഞ്ഞ് ഈ പൂവൊക്കെ മണക്കാനോ പിടിക്കാനോ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ നല്ല വിഷമുള്ളതാണോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ. ഇത് നമ്മുടെ ഗൈഡ് നമുക്ക് പറഞ്ഞു തന്നാണ്. ये जैसे आपका होता है ना एस्टर, आपका कौन सा एस्टर है वो, तो उसी के टाइप का होता है आपका, सेम एस्टर टाइप का, मैक्सिकन एस्टर उसी के टाइप का होता है. बट मैक्सिकन एस्टर के जो ये लीव्स ये वाले होते हैं ना. പിന്നെ നമുക്കിവിടെ മ്യൂള് നമുക്ക് വാലി ഓഫ് ഫ്ലവേഴ്സിൽ അവൈലബിൾ അല്ല, പക്ഷേ നമ്മൾ ബേസ് ക്യാമ്പിൽ വരുമ്പോൾ മ്യൂൾ അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് ആകെയുള്ളൊരു ഓപ്ഷൻ ബാസ്ക്കറ്റാണ്. പക്ഷേ ആ ബാസ്ക്കറ്റിൽ അവർ ആൾക്കാരെയും ചുമന്നുകൊണ്ട് പോകുന്ന കണ്ട ജീവനീ പേടിയുള്ളവർ. ഞാൻ ഒരിക്കലും അത് പ്രിഫർ ചെയ്യത്തില്ല, കാരണം അത് ഭയങ്കര റിസ്ക് പിടിച്ചൊരു പരിപാടിയാണ്. പിന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബാസ്ക്കറ്റിൽ, അതായത് നമ്മൾ ഈ ട്രക്കിംഗ് ഷൂ ഒക്കെ ഇട്ട് തന്നെ വീഴാൻ പോകുന്ന പോലെ നടക്കുന്നത്, പക്ഷേ ഈ ബാസ്ക്കറ്റ് കൊണ്ടുപോകുന്നവർ മറ്റേ നമ്മുടെ പാരകിൻ്റെ സ്ലിപ്പർ ഇട്ടാണ് ഓടുവാണ് അതുവഴി ചെയ്യുന്നത്. अर्जनजलिका जलिका. और ये जो छोटे छोटे से दिख रहे हैं बड़े से, ये डॉग स्टार टाइप के होते हैं. ये सिंगल फ्लावर दिख रहे हैं ना. हाँ, डॉग स्टार टाइप के. ऐसे ही वाइट में भी रहता है एक स्टार, बॉग स्टार. हाँ, डॉग DOG डॉग. तोड़ना मत, बस प्लग मत करना. ഇനി ഈ വാലി ഓഫ് ഫ്ലവേഴ്സിനെ കുറിച്ചും അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചും അവിടുത്തെ മലകളെ എല്ലാത്തിനെയും കുറിച്ചും നമ്മുടെ ട്രക്ക് ലീഡർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുക. അത് ജസ്റ്റ് നമുക്കൊന്ന് കേട്ട് നോക്കാം. Can you see the people walking down there? Straight, if you see. So you can see that is officially like the starting point of Valley of Flowers. All right, so there is a huge boulder down there before those people. So that is we call as that is the starting point of Valley of Flowers. Now if you take that way, you can walk for another like 4-5 kilometers. So it's all Valley of Flowers. Those mountains that you see, it's not properly visible. There are 3-4 peaks. It's a cluster of peaks. It's called Rataban. All right. So under it is the glacier which is called Tipra Glacier. So the river that you see is Pushpavati. So the main source of this Pushpavati is Tipra Glacier and the other glaciers that are next to this Hathi Peak and Ghodi Peak. And in this valley, if you take left from there is a trek called Bhundar Khal. It's a very difficult trek. Every year armies group come. All right, so they do it. So they will climb the wall. Can you see the wall of the glacier right now? The face. You climb it and overcome. Okay. So be on the side. Okay, don't be on the way. അപ്പം
കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കൂടെ വന്ന ബാക്കിയുള്ള ആൾക്കാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഞങ്ങളൊരു 10-15 പേരുടെ ഗ്രൂപ്പായിട്ടാണ് പോയത്. ഞങ്ങളുടെ കൂടെ വേറെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, അതായത് സോളോ ആയിട്ട് വരുന്നവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ സോളോ ആയിട്ട് പോകുന്നതും കുറേ ഗ്രൂപ്പ്, അതായത് അറിയാത്ത ആൾക്കാരുടെ കൂടെ പോകുന്നതും രണ്ടും രണ്ട് എക്സ്പീരിയൻസ് ആണല്ലേ. പക്ഷേ അറിയാത്ത ആൾക്കാരുടെ കൂടെ പോകുന്നത് എനിക്കത് ഇഷ്ടപ്പെട്ടു. അത് ശരിക്കും ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പം നമ്മളിങ്ങനെ എല്ലാവരും നോക്കി നിന്നു. പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് പ്രീത എന്നാണ് നമ്മുടെ ട്രക്ക് ലീഡറിൻ്റെ പേര്, നമുക്കെല്ലാം ഇങ്ങനെ പറഞ്ഞും തരുന്നുണ്ടായിരുന്നു. ഇനി ഏകദേശം കുറച്ച് കിലോമീറ്ററൂടെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വാലി ഓഫ് ഫ്ലവേഴ്സിൻ്റെ മെയിൻ എൻട്രിയിലേക്ക് എത്തും. പിന്നെ അവിടെ നിന്ന് ഏകദേശം ഈ വാലി എന്ന് പറയുന്നത് 5-6 കിലോമീറ്റർ നീണ്ടു നിവർന്ന് കിടക്കുന്ന സ്ഥലമാണ്. അത്രയും നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് നേരം നമ്മൾ അവിടെ ഇരുന്നിട്ട് ഒരു 2 മണിക്കുള്ളിൽ തിരിച്ചിറങ്ങുന്ന പോലെയാണ് നമ്മുടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ പലരുടെയും മെയിനായിട്ട് എടുക്കുന്നത് ജസ്റ്റ് കുറേ പേര് വാലിയുടെ അവിടെ ചെന്നിട്ട് തിരിച്ചു വരും, കുറേ പേര് ഇവിടെ ഒരു മെമ്മോറിയൽ ഉണ്ട് അവിടെ വരെ പോയിട്ട് തിരിച്ചു വരും, കുറേ പേര് അത് കഴിഞ്ഞ് അങ്ങ് മുകളിലായിട്ട് നമുക്കൊരു ഗ്ലേഷ്യറിലേക്ക് ഉണ്ട് അവിടെ പോകുന്നവരും ഉണ്ട്. പക്ഷേ ഞങ്ങൾ ഈ മെമ്മോറിയലായിരുന്നു ഞങ്ങളുടെ ഒരു എൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഫൈനലി നടന്ന് നമ്മൾ നമ്മുടെ ഫൈനൽ പോയിന്റിലെത്തി. ഇതാണ് ഈ വാലി ഓഫ് ഫ്ലവേഴ്സ്. ഇതിൽ പൂക്കൾ എവിടെയെന്ന് ആരും ചോദിക്കരുത്. നമ്മൾ കുറേ അങ്ങ് നടന്നു കഴിയുമ്പോഴത്തേക്കും ഒരു കൂട്ടം പൂക്കൾ ഒന്നിച്ച് പൂത്ത് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. അതായത് മലകളൊക്കെ നമ്മൾ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ എൻഡ് പോയിന്റ് മെമ്മോറിയൽ, ആ മെമ്മോറിയൽ വരെ എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര വ്യൂ ആണ്. ഈ വാലിയിൽ നമുക്കിങ്ങനെ ജസ്റ്റ് മഞ്ഞൊക്കെ മൂടി ഫുള്ള് കിടക്കുവാണ്. പക്ഷേ ആ മെമ്മോറിയൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി വ്യൂ ആണ്. എല്ലാ മലകളും വെയിലൊക്കെ അടിച്ചിട്ട് നല്ല രസമായിരുന്നു അത് കാണാൻ. അപ്പം നമ്മൾ വാലിയൊക്കെ കണ്ട് നമ്മൾ ബേസ് ക്യാമ്പിലേക്ക് പോവാണ്. പിന്നെ ഇതിൻ്റെ ഒരു സ്റ്റോറിയും, അതായത് വാലി ഓഫ് ഫ്ലവേഴ്സിൻ്റെ സ്റ്റോറി പറയാൻ മറന്നുപോയി, അത് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ആണെങ്കിലും ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ പോയാൽ കൂടുതൽ ഫ്ലവേഴ്സ് കാണാൻ പറ്റും. അതുപോലെ തന്നെ പോകാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് വരും വർഷങ്ങളിൽ പോയാൽ ഇതിങ്ങനെ തന്നെ കാണാൻ പറ്റും. കാരണം ഈ പൂക്കളൊക്കെ ഓൾറെഡി ഇപ്പോൾ കുറേ ആ ഒരു ഭംഗി ഇപ്പോൾ ഇല്ലെന്നാണ് ഓൾറെഡി പോയിട്ടുള്ളവർ പറയുന്നത്. സോ താങ്ക് യു.